ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും തമ്മിൽ ഏത് വിധേനയും ശ്രുതിയെ പുറത്തിറക്കണമെന്നൊരു തീരുമാനത്തിലെത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ അവർ ചിന്തിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുക്കാമെന്നാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ വെളിച്ചിട്ടാവുമെന്ന് ശ്രുതി പറയുന്ന നേരത്തെ അത് ശരിയാണെന്ന് മീരയ്ക്കും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അവർ തീരുമാനത്തിലെത്തുകയാണ്. നമ്മുടെ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് ആന്റണിയെ ഏൽപ്പിക്കാമെന്ന്. കാരണം നേരത്തെ ഒരു തവണ നമ്മുടെ സച്ചി നവീൻദാസിനെ പിടിച്ച് പോലീസുകാരെ ഏൽപ്പിക്കുന്ന നേരത്ത് ആന്റണിയും കൂട്ടുകാരും കൂടി ചേർന്ന് തങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ശ്രുതിക്കായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടല്ലേ. ആ ഒരു തെറ്റിദ്ധാരണയോട് കൂടി തന്നെയാണ് ഇരുവരും ആന്റണിയെ പോയി കണ്ടിട്ട് ശ്രുതിനെ മോചിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും, ആന്റണിക്ക് തന്നെ രക്ഷിക്കാനാവുമെന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ ആന്റണിയെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രവി ആവട്ടെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് അവൾ പുറത്തു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അമ്മയെന്ന് രവി മറുപടി പറയുന്നുണ്ട്. ഇത്രയും നേരമോ അവളിനി ഇവിടുന്ന് മുങ്ങിയതാണോ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് രവി പറയുകയാണ്, ഈ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ മുങ്ങുവാൻ സാധ്യത കുറവാണ്, സാധനങ്ങളൊക്കെ ചന്തയിൽ പോയി മേടിക്കണ്ടേ, അങ്ങനെ പരിചയമുള്ള കൂട്ടത്തിലുള്ള കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് രവി പറയുന്ന നേരത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, അവൾ ഇവിടെ നിന്ന് മുങ്ങുവാനാണ് സാധ്യത കൂടുതൽ, അവളും അവളുടെ ഭർത്താവും കൂടി കറങ്ങി അടിച്ചിട്ട് രാത്രിക്കേ വരികയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെന്ന് കാണണമല്ലോ, അവൾ കറങ്ങി അടിച്ചിട്ട് ഇങ്ങോട്ടേക്കല്ല തിരികെ വരുന്നത്, അവൾക്കുള്ള പടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അവിടെ നിന്ന് പോവുകയാണ്. രവിയാണെങ്കിൽ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതിക്കാണെങ്കിൽ നല്ല പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ, അമ്മയെ പറ്റിച്ചിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അവൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ രവി പറയുന്നുണ്ട്. കൂടുതൽ തന്നെ പറയുകയാണ്, ഇപ്പോഴാണ് രേവതി മോളുടെ സാന്നിധ്യം മനസ്സിലായത്, എല്ലാ കാര്യങ്ങളും ഓടി നിന്ന് ചെയ്തിരുന്നവളായിരുന്നു, ഇപ്പോൾ പാടെല്ലാം കിടക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു സങ്കടം വന്നിട്ട് മേല രേവതി മോൾക്ക് ഇങ്ങനെ അപകടം ഉണ്ടായിപ്പോയതാണ് ഇതിനെല്ലാം കാരണമെന്നൊക്കെ രവി പറയുന്ന സമയത്ത്, അപകടം ഉണ്ടായതല്ലോ അച്ഛ, അപകടം ഉണ്ടാക്കിയതല്ലേ, അവനെ ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കുമെന്നൊക്കെ ഒരു വാശിയോട് കൂടി സച്ചി സംസാരിക്കുന്ന നേരത്ത് മതി ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും നീ കൂടുതലായിട്ടൊന്നും പറയുന്നു വേണ്ട, രേവതി മോൾക്കുള്ള കഴിക്കാനുള്ള മരുന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പറഞ്ഞയക്കാം കേട്ടോ. എന്നിരുന്നാലും മടക്കയിൽ നിൽക്കുന്ന നേരത്ത് രവി ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരായിരിക്കും രേവതി മോളെ അപകടപ്പെടുത്തി, ഇങ്ങനൊരു അവസ്ഥ രേവതി മോൾക്ക് വന്നല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ രവിയുടെ മനസ്സിലുണ്ട് താനും. അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരത്ത് രേവതിക്കുള്ള മരുന്ന് കൊടുക്കുമ്പോഴത്തേ രേവതി പറയുന്നത്, സച്ചിയുടെ ഉദ്ദേശം സച്ചിയുടെ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അതൊന്നും കുഴപ്പമില്ല രേവതി, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നോളും, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും, എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് സച്ചിയുടെ, നമുക്ക് വലിയൊരു ലക്ഷ്യമില്ല, ആ ലക്ഷ്യം നേടിയെടുക്കണമെന്നാണ് സച്ചിയുടെ ജോലിക്ക് പോകാതെ എങ്ങനെ പറ്റുക എന്നൊക്കെ രേവതി പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. സച്ചിയുടെ ജോലിക്ക് പോകത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കും, എന്താ കാരണമെന്ന് സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ പേടിയല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും, എനിക്കെന്തിനാ പേടിയെന്ന് സച്ചി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, അതല്ല എന്നെ അപകടപ്പെടുത്തിയത് വീണ്ടും ഇവിടെ ഒന്ന് അപകടപ്പെടുത്തുമോ എന്നൊരു പേടി സച്ചിയുടെ മനസ്സിലില്ലേ എന്ന് രേവതി ചോദിക്കുന്ന നേരത്ത് ആദ്യമൊക്കെ സച്ചി സമ്മതിക്കാൻ മടിക്കുമെങ്കിലും പിന്നീട് സച്ചി പറയുന്നത്, തീർച്ചയായും രേവതി നിന്നെ അപകടപ്പെടുത്തിയവർ തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധ്യത കൂടുതലാണ്, അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യം സാധിക്കാത്തതിനാൽ അവർ ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെ കൊല്ലുവാൻ ശ്രമിക്കും, എന്തായാലും എനിക്ക് നിന്നെ കൈവിട്ട് കളയാൻ സാധിക്കില്ല, എൻ്റെ ജീവന്റെ പാതിയാണ് നീ, നമ്മൾ രണ്ടു പേരും ഒന്നാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവുകയില്ല, അതറിയാവുന്നവർ തന്നെയാണ് രേവതി നിന്നിങ്ങനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത് രേവതി കണ്ണുകൾ നിറയാട്ട്. ഇത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നത്, നീ എന്തിനാ രേവതി കരയുന്നതെന്ന് ചോദിക്കുന്ന നേരത്ത്, ഒന്നുമില്ല സച്ചിയാണ്, ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് എനിക്ക് ആകെ പേടിയും സങ്കടവുമായിരുന്നു, എൻ്റെ ജീവിതം എന്താവുമോ എന്നോ എന്നെ സച്ചിയുടെ സ്നേഹിക്കുമോ എന്ന് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് സച്ചിയുടെ സ്നേഹത്തിൻ്റെ ഒരു പൂന്തോട്ടം തന്നെയാണ് നൽകുന്നത് എന്നൊക്കെയാണ് രേവതി പറയുമ്പോഴത്തേക്കും, ഇനി ഇതേക്കുറിച്ച് ഒരു സങ്കടപ്പെടുന്നു വേണം, എന്തായാലും നിന്നെ അപകടപ്പെടുത്താനുള്ളവരെ ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീലിമയാണ്. നീലിമ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യ 50 ലക്ഷമായിട്ട് വരും, 50 ലക്ഷത്തിനുള്ളതുണ്ടോ ശ്രുതി, നീ മിക്കവാറും പണമായിട്ട് വരാനുള്ള സാധ്യത കുറവായിരിക്കും, നിങ്ങൾ ഇവനെ കുഴിച്ചിടാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നീലിമ ചോദിക്കുന്ന സമയത്ത്, ഒരു കുറുക്കം പോലും കയറിച്ചില്ലാത്തത് നല്ലൊരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മേഡം എന്ന് ഗുണ്ടകളിൽ ഒരാൾ മറുപടി പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കരമായിട്ടൊരു പേടിയാവും. ശ്രുതി ചിന്തിക്കാൻ, ഈശ്വര, ശ്രുതിയുടെ കയ്യിൽ 50 ലക്ഷം രൂപയൊന്നും ഉണ്ടാവുകയില്ല, അവൾ എങ്ങനെ പണം ഒപ്പിച്ചുകൊണ്ട് വരുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ശ്രുതി ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും മീരയും കൂടെ നേരെ ആന്റണിയെ പോയി കണ്ടതിന് ശേഷം തങ്ങളുടെ ആവശ്യം പറയുന്ന നേരത്ത്, എന്തായാലും മേഡം ഒന്നുകൊണ്ട് പേടിക്കണം, നേരത്തെ ഒരു തവണ നവീൻദാസിനെ പിടിച്ച കാര്യമൊക്കെ അറിയാലോ, ആന്റണിയായിട്ട് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ആന്റണിയുടെ കൈയാളി ആന്റണിയെ പൊക്കി പിടിച്ചാണ് സംസാരിക്കേണ്ടത്. കേൾക്കുന്ന നേരത്ത് ശ്രുതി പറയുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, എത്ര രൂപയാണ് ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്, ശ്രുതിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ശ്രുതിയും മീരയും കൂടെ മാറി പാടിയത് കേൾക്കുമ്പോൾ ആന്റണി പറയുന്നുണ്ട്, നേരത്തെ നവീൻദാസിന്റെ കാര്യത്തിൽ ഞാൻ പൈസ ഒന്നും മേടിക്കില്ല, പക്ഷേ ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, അതുകൊണ്ട് പൈസ ഇറക്കേണ്ടി
തന്നെ വരുമെന്ന് ആന്റണി പറയുന്ന നേരത്തെ അതേക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട, നീ എത്ര രൂപ ചോദിച്ചാലും തരാമെന്ന് ശ്രുതി സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ശ്രുതിയും മീരയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തെ എങ്ങനെയെങ്കിലും നമുക്ക് ശ്രുതിനെ കണ്ടുപിടിക്കേണ്ട ആന്റണി ഏട്ടാന്ന് ഗുണ്ടകളിൽ ഒരാൾ ചോദിക്കുന്ന നേരത്തെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം, പക്ഷെ അതിൽ കുറച്ച് റിസ്ക് ഉണ്ട് എന്നൊക്കെയാണ് ആന്റണി ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്രുതി മീരയോടായിട്ട് പറയുന്നുണ്ട് ആന്റണി കണ്ടുപിടിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേ തീർച്ചയായിട്ടും ആന്റണി കണ്ടുപിടിക്കും, നേരത്തെ നവീൻ്റെ കാര്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തല്ല ആന്റണി, അതുകൊണ്ട് തന്നെ ആന്റണി കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും 12 മണി വരെയാണ് അവർ സമയം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഈ ഒരു താവളമെങ്കിലും ആന്റണി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു ശ്രുതി പറയുമ്പോഴത്തേക്കും, നീ അതേക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, നീ വേഗം തന്നെ നീലിമയെ വിളിച്ചതിന് ശേഷം പണം എത്രയും വേഗം ഏൽപ്പിക്കാമെന്ന് പറയാം, അതല്ല വൈകുന്തോറും ശ്രുതിയുടെ ജീവൻ ആപത്താണെന്ന് മീര പറയട്ടെ. അങ്ങനെ നീലിമയെ ശ്രുതി വിളിക്കുന്ന നേരത്തെ നീലിമ ചോദിക്കുന്നത് 50 ലക്ഷം രൂപ റെഡിയായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീലിമ എൻ്റെ കയ്യിൽ ഇപ്പോൾ 50 ലക്ഷം രൂപയൊന്നുമില്ല, പക്ഷേ നീലിമ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, നീലിമയ്ക്ക് എന്തായാലും ഞാൻ എങ്ങനെയല്ല 50 ലക്ഷം രൂപ ഒപ്പിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നീലിമ പറയുന്ന ഒപ്പിച്ച് തന്നെ മതിയാവും, അതല്ല എന്നാൽ നിന്റെ ഭർത്താവിൻ്റെ ജീവൻ ആപത്താണ്, അവളെ ഞാൻ കൊന്ന് എവിടെയെങ്കിലും തള്ളിയിടും, എനിക്കിതൊക്കെ നിസ്സാരമാണ്, എൻ്റെ കയ്യിൽ കോടികൾ ഇറക്കാനുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിപ്പറിച്ച് മേടിച്ച 50 ലക്ഷം രൂപ അതെൻ്റെ കയ്യിലേക്ക് വന്നേ മതിയാവും, അതെൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ നീലിമ പറയാൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ശ്രുതിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് പേടിച്ച് നിൽക്കുകയാണ് ശ്രുതി. മറുവശത്ത് ശ്രുതിയാകട്ടെ ഇവളെന്നെ കൊല്ലുമെന്നുള്ളൊരു ഭയത്തോടു കൂടി തന്നെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.